നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജ്യോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ ഉപയോഗിച്ച് ഒരു മാങ്ങ പെരക്കുണ്ടാക്കിയാലോ. തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ മാങ്ങ പെരക്കെന്നാണ് പറയുക. ബാക്കി സ്ഥലത്ത് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഈ മാങ്ങാക്കാലം ആയാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. ഈ മാങ്ങാപ്പെരക്ക് ഉണ്ടാക്കാൻ ഞാൻ ഈ ഒരു സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ 500 ഗ്രാം ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. ഇത് അധികം പഴുക്കാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇതിന് നല്ല ജ്യൂസി ആയിട്ടുള്ളതും പിന്നെ ഓവറായിട്ട് പഴുത്തതും നാരുള്ള മാങ്ങയൊന്നും എടുക്കരുതേ. കാരണം ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ മാങ്ങാ കഷ്ണങ്ങൾ ഇടയിൽ കടിക്കാൻ കിട്ടുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസിലാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഉള്ളത്. ഇത് 240 ml കപ്പിൽ അളന്നപ്പോൾ 2 കപ്പാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങാ പെരക്കിന് വേണ്ട മുളക് ചുട്ടെടുക്കണം. ഈ മാങ്ങാ പെരക്കിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽ മുളകാണ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. ഞാനിപ്പോൾ ഇത് ഈ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ മുളകായി ഇതിൽ വെച്ച് കൊടുക്കാം. ഈ മുളക് നല്ല മൂത്ത മണം വരുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാനിൽ ഈ മുളകൊക്കെ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇനി വറ്റൽ മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചുട്ടെടുത്ത വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര്, പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. 3/4 ടീസ്പൂൺ കടുക്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അരച്ചെടുക്കാം. അധികം അരയാൻ പാടില്ല, ഒരുവിധം അരഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു പാകത്തിലാണ് അരയേണ്ടത്. ഇതിനി നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട കടുകും മുളകും ഒക്കെ വറുത്തിടാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതപ്പം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ ഈ മാങ്ങാപ്പെരക്കിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർക്കുകയാണ്. ഇതുകൂടെ ഒന്ന് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ കളറൊക്കെ കുറേശ്ശെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ മാങ്ങാപ്പെരക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മാങ്ങാപ്പെരക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. മധുരവും പുളിയും പിന്നെ കടുകിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.